അച്ചടി ദൃശ്യമാധ്യമങ്ങൾക്കൊപ്പം സോഷ്യൽ മീഡിയയും അനായാസം വഴങ്ങുന്ന ഇന്ത്യ അറിയുന്ന പഴയകാല പത്രപ്രവർത്തകരിൽ ഏറെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ബാബു രാജേന്ദ്ര പ്രസാദ് എന്ന BRP ഭാസ്കർ. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഇന്നും തൻ്റെ എഴുത്തും പ്രവൃത്തിയും ഒരേ ദിശയിലേക്ക് ചലിപ്പിക്കുന്ന മീഡിയ ആക്ടിവിസ്റ്റ് കൂടിയാണ് ശ്രീ BRPയുടെ ശിക്ഷണത്തിൽ പരിശീലനം നേടിയവരാണ് ഇന്നത്തെ ദൃശ്യമാധ്യമ പ്രവർത്തകരിൽ ഏറെയും. ഏതൊരു മാധ്യമ പ്രവർത്തകനും മാർഗദർശിയാക്കാവുന്ന ശ്രീ BRPയാണ് ഇന്ന് ഫോർത്ത് സ്റ്റേറ്റിൽ അതിഥി. ശംഖു എന്ന പേരിൽ പട്ടമെന്തിന് രാജിവെച്ചു എന്ന തലക്കെട്ടിൽ അച്ഛൻ തന്നെ പത്രാധിപനായ നവഭാരതത്തിൽ എഴുതിയാണ് തുടക്കം. അതൊന്ന് എങ്ങനെയാണെന്ന്? അന്ന് ഞാൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരുന്നില്ല. എൻ്റെ അച്ഛൻ്റെ പത്രത്തിൻ്റെ മുഖ്യപത്രാധിപന്മാരിലൊരാൾ N. ബാപ്പുറാവു ആയിരുന്നു. അപ്പോൾ പതിവായി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരിക്കുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ചിലപ്പോൾ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ എടുത്ത് വായിക്കാനായിട്ട് എനിക്ക് തരും. ആ കാലഘട്ടത്തിലാണ് ഒരു തിരുവിതാംകൂറിലെ മന്ത്രിസഭയിൽ ഒരു പ്രശ്നമുണ്ടായി. അന്ന് മന്ത്രിസഭയിൽ 3 പേരേ ഉള്ളൂ. പട്ടംതാണുമുള്ള മുഖ്യമന്ത്രി, TM വർഗീസും C. കേശവനും മന്ത്രിമാർ. അപ്പോൾ C. കേശവനും TM വർഗീസും ഒരു വശവും പട്ടം മറുവശവുമായിട്ട് ഉള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതുമായി മുന്നോട്ട് പോകാൻ കഴിയാഞ്ഞിട്ട് പട്ടംതാണുള്ള രാജിവെച്ചിട്ട് പിന്നെ ഒരു പ്രശ്നമുണ്ടായി. പിന്നെ ചർച്ചകളിലൂടെ അത് 2-3 ദിവസങ്ങളിൽ പരിഹരിക്കുകയും ചെയ്തു. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ആരും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് പട്ടംതാണുള്ള രാജിവെച്ചത്, ആ പ്രശ്നം എങ്ങനെയാണ് പരിഹരിച്ചത്, അതില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ ആളുകൾക്ക് അറിയാനുള്ള ഒരു അവകാശമുണ്ട്. ഒരു ലേഖനത്തിൻ്റെ രൂപത്തിൽ ഞാൻ എഴുതി. പിന്നെ ആളുകളുടെ അടുത്ത് പറയണം എന്തായിരുന്നു പ്രശ്നം, അത് നിങ്ങളെങ്ങനെ പരിഹരിച്ചു, അത്രേ അതിനകത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പേര് വയ്ക്കാതെ, ഞാനാണ് എഴുതിയതെന്ന് അറിയിക്കാതെ ആണ് അയച്ചത്. അത് പോസ്റ്റിൽ അയച്ചു കൊടുത്തു. അടുത്ത ദിവസം അത് ഓഫീസിലെത്തി. ബാപ്പുറാവു സാറാണ് അന്ന് ചുമതല. ബാപ്പുറാവു സാർ അത് നോക്കി പ്രസ്സിലേക്ക് അയക്കുകയും ചെയ്തു. ഉച്ചതിരിഞ്ഞ് ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ ബാപ്പുറാവു സാർ അതെടുത്ത് എൻ്റെ പ്രൂഫ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് ഇതിൻ്റെ ഈ പ്രൂഫൊന്ന് നോക്ക് എന്ന് പറഞ്ഞതെടുത്ത് തന്നു. അപ്പോഴാണ് എനിക്ക് അദ്ദേഹം ഇത് ഉപയോഗിക്കാൻ തീരുമാനിച്ചു എന്ന് മനസ്സിലാവുന്നത്. വൈകുന്നേരത്ത് അദ്ദേഹം പണി കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം നടന്ന് അദ്ദേഹത്തിൻ്റെ വീട് വരെ കുറച്ച് ദൂരം നടന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ പറഞ്ഞ് ഇത് ഞാൻ ചെയ്ത പണിയാണ്. അത് അദ്ദേഹം എൻ്റെ അച്ഛനോട് പറഞ്ഞു. അതിനുശേഷം അച്ഛന് അത്ര വലിയ സന്തോഷമുണ്ടായ ഒരു കാര്യമല്ല അത്. കാരണം എൻ്റെ ഭാവിയെ സംബന്ധിച്ച് അച്ഛന് മറ്റു ചില സങ്കല്പങ്ങളുണ്ടായിരുന്നു. എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ സിവിൽ സർവീസിന് പോകണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ അച്ഛനുണ്ടായിരുന്നു. അത് പറയുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഏതാണ്ട് ആ കാലഘട്ടത്തിൽ അച്ഛൻ പത്രപ്രവർത്തനത്തിൽ പോയതുകൊണ്ട് മാത്രമാണോ എന്നെനിക്ക് പറയാൻ കഴിയില്ല. കാരണം ആ സമയത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് എൻ്റെ വഴി മറ്റൊന്നാണ് എന്ന തരത്തിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അച്ഛന് കാര്യത്തിൽ ഒരു നിരാശയുണ്ടായിരുന്നു. അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ പിൽക്കാലത്ത് ആ നിരാശ അച്ഛന് മറികടന്നു. ഞങ്ങളുടെ നവഭാരതം അച്ചടിച്ചിരുന്ന പ്രസ് ആണ് പിന്നീട് ജനയുഗം അച്ചടിച്ചിരുന്നത്. CPIയുടെ പത്രമായ ജനയുഗം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്രം അച്ചടിക്കാൻ ആരും ധൈര്യപ്പെടാത്ത ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് അച്ഛൻ അച്ചടിച്ചു കൊടുത്തു. അതുകൊണ്ട് അവർക്ക് വളരെ വലിയ കൃതജ്ഞതയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ പുതിയ പ്രസ്സൊക്കെ വന്ന്, റോട്ടറി പ്രസ് വന്ന്, അതിൻ്റെ ഉദ്ഘാടന സമയത്ത് അവർ ഒരു വിശേഷാൽ പതിപ്പ് ഇറക്കിയതിനകത്ത്
അവരുമായിട്ടുള്ള ബന്ധവും അച്ഛനോട് അതിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞിരുന്നു. അതിനകത്ത് അച്ഛൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അവസാനം പറയുന്ന ഒരു കാര്യം ഇതാണ്. പക്ഷേ അതിൻ്റെ ഫലമായിട്ട്, ആ പത്രത്തിൻ്റെ ഫലമായിട്ട് ഞാൻ ഇതിലേക്ക് വന്നു. മലയാളത്തിലാണ് തുടക്കമെങ്കിലും ഇംഗ്ലീഷ് പത്രത്തിലൂടെയാണ് സാറ് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നത്. അക്കാര്യത്തെക്കുറിച്ചൊന്ന്. എനിക്ക് തോന്നുന്നു മലയാള പത്രപ്രവർത്തനത്തിൽ നിൽക്കാതെ പുറത്തോട്ട് പോകാനുണ്ടായ സാഹചര്യങ്ങൾ കുറേയൊക്കെ വ്യക്തിപരമായ കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ നിന്നിരുന്നാൽ രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ള, അതിലേക്ക് പിന്നെ ആകർഷിക്കപ്പെടും എന്നുള്ള ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. അതെനിക്ക് തീരെ താല്പര്യമുള്ള ഒരു മേഖലയുമായിരുന്നില്ല. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. അതുകൊണ്ട് ഒരുതരം രാഷ്ട്രീയത്തിലെ പല ആളുകളുമായിട്ടൊക്കെ ബന്ധങ്ങളുമൊക്കെ ഉണ്ട്. അത് ആണ് എന്നെ ഇവിടെ നിൽക്കുന്നതിന് നിരുത്സാഹപ്പെടുത്തിയ ഒരു ഘടകം തീർച്ചയായിട്ടും. മറ്റൊന്ന്, ഇംഗ്ലീഷിലൂടെ ഒരു വിശാലമായ ലോകം തുറന്നു കിട്ടുന്നു. ദേശീയ തലത്തിലേക്ക് ഉള്ള ഒരു കവാടമാണത് എന്നുള്ളത് കൊണ്ടിട്ട് തന്നെ ഒരു കൂടുതൽ വിപുലമായ ഒരു മണ്ഡലത്തിലേക്ക് പോകാനുള്ള ഒരവസരം അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു ചിന്ത തീർച്ചയായിട്ടും മനസ്സിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസവും. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ വെളിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ എന്നെപ്പോലൊരാളുടെ മനസ്സിൽ ആ കാലഘട്ടത്തിൽ ഉള്ള മനോവ്യാപാരങ്ങൾ നോക്കുകയാണെങ്കിൽ രാജ്യം സ്വതന്ത്രമാകുന്ന ഘട്ടമാണ്, സ്വാതന്ത്ര്യമായി, അതായത് സ്വാതന്ത്ര്യം നേടി കഴിയുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ഒരു പ്രഭാവം നമ്മുടെയൊക്കെ എൻ്റെ തലമുറയിലുണ്ട്. പക്ഷേ ഞങ്ങളതിൻ്റെ ഭാഗമല്ല. അത് കഴിഞ്ഞിരിക്കുന്നു, ആ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ ചില ഇത് വരുന്നുണ്ട്. വിശാലമായ ഒരു ലോകത്തിൽ, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സ്വാതന്ത്ര്യം, എന്ത് തരത്തിലുള്ള രാജ്യം എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്തയാണ് മനസ്സിലൂടെ വരുന്നത്. പക്ഷേ അതേസമയം അത് രാഷ്ട്രീയത്തിലേക്ക്, കക്ഷി രാഷ്ട്രീയത്തിലേക്ക് എന്നെ കൊണ്ടുപോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരർത്ഥത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൂടിയാണ് ഇവിടെ നിന്ന് പോയതെന്ന് പറഞ്ഞിരുന്നാലും വലിയ തെറ്റൊന്നും ഉണ്ടാവില്ല. ഹിന്ദുവിലേക്കുള്ള ഞാൻ ഇംഗ്ലീഷ് പത്രപ്രവർത്തനം എന്ന് തീരുമാനിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അന്ന് 2 ഇംഗ്ലീഷ് പത്രങ്ങളാണ് തെക്കേ ഇന്ത്യയിൽ ഉള്ളത്. മദ്രാസിൽ നിന്ന് ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസ്സും. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ മുമ്പ് പ്രവർത്തിച്ചിരുന്ന ജി രാമചന്ദ്രൻ, ഗാന്ധിഗ്രാം ഒക്കെ സ്ഥാപിച്ച ഡോക്ടർ ജി രാമചന്ദ്രൻ, അദ്ദേഹം ഒരു കാലത്ത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പ്രവർത്തിച്ചിരുന്നയാളാണ്. അദ്ദേഹത്തെ എനിക്കറിയാമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഗാന്ധിഗ്രാമം സ്ഥാപിച്ച് മധുരയ്ക്കിൽ ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച അവിടെ ആണ്. അദ്ദേഹത്തിന് ഞാനൊരു കത്ത് എഴുതി. എനിക്കിങ്ങനെ ഇംഗ്ലീഷ് പത്രപ്രവർത്തനത്തിലേക്ക് പോകണമെന്നുണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ്സുമായിട്ട് താങ്കൾക്ക് ബന്ധമുണ്ടായിരുന്നല്ലോ, അവിടെ പോകാനുള്ള വല്ല സാധ്യതയും ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് എഴുതി. അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി വന്നു. കത്ത് കിട്ടി, ഞാൻ ഒരു യാത്രയിലേക്ക് പോവുകയാണ്, 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരും, അപ്പോൾ എന്നെ ഓർമ്മിപ്പിക്കുക. ഈ കത്ത് വന്ന ഉടനെ ഗാന്ധിഗ്രാമത്തിൻ്റെ പേരടിച്ചിട്ടുള്ളൊരു കവറായിരുന്നു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ ഗാന്ധിഗ്രാമമായിട്ടുള്ള കത്തെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ജി രാമചന്ദ്രനൊരു കത്ത് എഴുതിയിരുന്നു. ജി രാമചന്ദ്രൻ അച്ഛൻ്റെ ഒരു സുഹൃത്താണ്. അങ്ങനെയാണ് അദ്ദേഹത്തെ ഞാൻ അറിയുന്നത് തന്നെ. അദ്ദേഹം ഒരു ഘട്ടത്തിൽ തിരുക്കൊച്ചി മന്ത്രിസഭയിൽ അംഗമായിരുന്നു. ഇവിടെ നിന്ന് രാജിവെച്ച് തിരിച്ചു പോകുന്നു. ഗാന്ധിഗ്രാമത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് റോഡ് മാർഗം പോകുമ്പോഴത്തേക്ക് കൊല്ലത്ത് വന്ന് ഞങ്ങളുടെ വീട്ടിലിറങ്ങി അച്ഛനെ കണ്ടിട്ടൊക്കെയാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താണ് രാമേന്ദ്രനുമായിട്ടുള്ള കത്തിടപാടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇംഗ്ലീഷ് പത്രപ്രവർത്തനമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ ഹിന്ദു അല്ലേ നല്ലത്. ഇപ്പോൾ അച്ഛനെ ഹിന്ദുവിൻ്റെ പത്രാധിപരെ അറിയാമായിരുന്നു.
ഞാൻ അദ്ദേഹത്തുമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കസ്തൂരി ശ്രീനിവാസനുമായിട്ട് അച്ഛൻ മദ്രാസിൽ പോയപ്പോൾ സംസാരിക്കുകയും അദ്ദേഹം എന്നോട് അവിടെ ട്രെയിനിയായിട്ട് വരാനായിട്ട് പറയുകയും ചെയ്തു. എത്ര കാലം ഉണ്ടായിരുന്നു? ഹിന്ദുവിൽ ഒരു കൊല്ലം ഒരു ട്രെയിനിയായിട്ട്, അങ്ങനെയാണ് അവിടെ തുടക്കം. അത് കഴിഞ്ഞ ശേഷം സ്റ്റാഫിലെടുക്കും. അവിടെ പിന്നെ 52 ഫെബ്രുവരിയിലാണ് ട്രെയിനിയായിട്ട് ചേർന്നത്. 53 മുതൽ സ്റ്റാഫിലെ അംഗമാണ്. 58 മധ്യം വരെ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു സ്കോളർഷിപ്പിൽ, ഗവൺമെൻറ് ഫീൽ ചെയ്ത് വന്ന ഒരു സ്കോളർഷിപ്പിൽ യൂണിവേഴ്സിറ്റി ഓഫ് ദ ഫിലിപ്പീൻസിലേക്ക് പോയി. അതിനാണ് ഹിന്ദുവിൽ രാജിവെച്ചത്. അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ ഞാൻ ഡൽഹിയിലേക്ക് പോയി. അതിനും ഒരു പശ്ചാത്തലമുണ്ട്. മദ്രാസിൽ ഹിന്ദുവിൽ വളരെ സംഘർഷഭരിതമായ ഒരു കാലഘട്ടമായിരുന്നു ഞാൻ പോകുന്ന സമയത്ത്. അവിടെ മദ്രാസ് യൂണിയൻ ഓഫ് ജേർണലിസ്റ്റിൻ്റെ സ്ഥാപക സെക്രട്ടറി ആയിരുന്ന എൻ്റെ സഹപ്രവർത്തകൻ ആർ നരസിംഹനെ പിരിച്ചുവിട്ടു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ചില തർക്കങ്ങളും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് മദ്രാസിലേക്ക് വരണ്ട, ഡൽഹിയിലേക്ക് പോകണം എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ പോകുന്നതിന് മുമ്പ് കസ്തൂരി ശ്രീനിവാസൻ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: തിരിച്ചു വരുമ്പോൾ നേരെ ഇവിടെ വരിക. പക്ഷേ ഞാൻ ഫിലിപ്പീൻസിലായിരുന്ന 1.5 കൊല്ല കാലഘട്ടത്തിനുള്ളിലാണ് അദ്ദേഹം മരിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള വ്യക്തിപരമായ ഒരു ബാധ്യത പിന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഡൽഹിയിൽ പോയി അവിടെ സ്റ്റേറ്റ്സ്മാൻ പത്രത്തിലാണ് ആദ്യം ചേർന്നത്. സ്റ്റേറ്റ്സ്മാനിൽ എന്തായിട്ടായിരുന്നു? സ്റ്റേറ്റ്സ്മാനിൽ സബ് എഡിറ്ററാണ്. സ്റ്റേറ്റ്സ്മാൻ അന്ന് ബ്രിട്ടീഷുകാരുടെ കീഴിൽ തന്നെയാണ്. എൻ്റെ പ്രധാന പത്രാധിപർ കൽക്കട്ടയിൽ ആണിരിക്കുന്നത്. അദ്ദേഹം വെള്ളക്കാരനാണ്. ഡൽഹി എഡിഷനിൽ റെസിഡൻ്റ് എഡിറ്ററും ന്യൂസ് എഡിറ്ററും വെള്ളക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു മറ്റു തരത്തിലുള്ള ഒരു പ്രവർത്തന രീതി. ഹിന്ദു ഒരു ദേശീയ പാരമ്പര്യമുള്ള പത്രമാണ്. അതിൽ നിന്ന് ഇതിലോട്ടുള്ളൊരു മാറ്റം, അതിനകത്തൊരു വലിയ മാറ്റമുണ്ട്. പക്ഷെ അതേസമയം അവരുടെ സ്വാതന്ത്ര്യം കഴിഞ്ഞ് കുറേ കൊല്ലം കഴിഞ്ഞിട്ടാണിത്, 10 കൊല്ലത്തോളം കഴിഞ്ഞിട്ടുള്ള ഘട്ടത്തിലാണ് സ്റ്റേറ്റ്സ്മാൻ മാറിയിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേറ്റ്സ്മാൻ്റെ സാഹിബന്മാരതിൻ്റെ മേലിലുണ്ടെങ്കിൽ തന്നെയും അത് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ഘട്ടമാണ്. അതിൽ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യൻ എക്സ്പ്രസ് സ്റ്റേറ്റ്സ്മാനെ സംബന്ധിച്ചിടത്തോളവും എടുത്ത് പറയാനുള്ള കാര്യം, രണ്ടും വളരെ ഉറച്ച പ്രൊഫഷണൽ അടിത്തറയുള്ള പത്രങ്ങളായിരുന്നു. അത് എൻ്റെ പ്രൊഫഷണൽ അടിത്തറ ബലപ്പെടുത്തുന്നതിന് സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.